ഇതൊരു സ്പെഷ്യലാണ് കണ്ടോ. ഇതിന്റെ സൈസ് നോക്കിയോളൂ കണ്ടോ. ഇതാണ് ഗോൾഡൻ നൈറ്റ് എന്ന് പറഞ്ഞ ഗുവ പേരക്ക. എത്ര കിലോ ഉണ്ട്? ഇത് ഏകദേശം 1 കിലോ എന്തായാലും ഇപ്പൊ ആയിട്ടുണ്ടോ. കണ്ടതുണ്ട് നിങ്ങൾ ഫോട്ടോയിലൊക്കെ കാണുമ്പോ എങ്ങനെയാ തോന്നുന്നത് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ കാണുമ്പോ എങ്ങനെ തോന്നുന്നില്ല ഉണ്ട് എന്നുള്ളത്. നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഇതാണ് ഗോൾഡൻ നൈറ്റ്. അതായത് നമ്മൾ ഗോൾഡൻ നൈറ്റ് കുറെ ആളോട് പറയലുണ്ട് വെച്ച് പിടിപ്പിക്കാന്. ഗോൾഡൻ നൈറ്റ് ആയാലും വൈറ്റ് ഡയമണ്ട് ആണെങ്കിലും എല്ലാം ഈ സൈസിൽ വരുന്ന കായ്ക്കുന്നുണ്ട്. നല്ല റിസൾട്ടും ഉണ്ട്. ഗോൾഡൻ ഇതാണ്ടോ അതൊക്കെ ഇതുണ്ടോ. അതൊക്കെ അത്യാവശ്യം ഇതായി വരുന്നേ ഉള്ളൂ. സൈസ് ഉണ്ടല്ലോ നിങ്ങള്. നല്ല സൈസാണ്. നമുക്ക് വീഡിയോയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണുമ്പോൾ കേട്ടോ സൈസ് നല്ല വ്യത്യാസമുണ്ട്. അതിന്റെ ചെറിയതായിട്ട് ഇതിപ്പോ ഞാൻ പ്രൂൺ ചെയ്താണ് കംപ്ലീറ്റ് കമ്പ് വെട്ടി. കാരണം ഇത് വലിയ മരമായിട്ട് പോയിട്ട് കാര്യമില്ല. നമുക്കിത് ചെറുതിൽ തന്നെ കിട്ടണം എന്നുള്ളതിലാണ്. പേരൊക്കെ ഒന്ന് പ്രൂൺ ചെയ്തിട്ട് പുതിയ ബ്രാഞ്ച് വരൂലേ, അതിലൊക്കെ പൂവോട് കൂടിയിട്ട് വരും. ഇത് കഴിക്കാൻ എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റ്. നല്ല ടേസ്റ്റാ. ക്രിപ്സിയാണ്, അകത്ത് വൈറ്റ് ആണ്, നല്ല ടേസ്റ്റ്. ഒന്നും കൂടി ആവാണ്ട് ആയിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പൊ പറിക്കും അത്. അത് എത്ര വരും നമ്മൾ നോക്കണ്ടേ, എത്ര വരും അതിന്റെ പഴം എന്നുള്ള സൈസ് അല്ലേ. ഇതിന്റെ ചെറിയ തൈകൾ ഉണ്ട്. ഇപ്പൊ നല്ല ഡിമാൻഡാ. 200 രൂപ 250 രൂപ റേഞ്ചിലൊക്കെ ഉണ്ട്. എന്താണ് കാലാപ്പടിയാണ് ഇത് കണ്ടോ. നല്ല ബുഷ് തൈകൾ കേട്ടോ കണ്ടോ. അടിപൊളി ബുഷ് തൈകളാണ്. നിറയെ ഫ്ലവർ ഉണ്ട് അല്ലേ. ഇതൊക്കെ നമ്മള് കഴിഞ്ഞ വർഷം 1000 1200 കൊടുത്തിരുന്ന സാധനം. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന 800 രൂപക്കാണ്. ഇത്രയും വലിയ തൈകൾ കേട്ടോ. നല്ല ബുഷ് തൈകൾ. ബുഷ് തൈകൾ അത്യാവശ്യം കടവണ്ണൊക്കെ. അതുകൊണ്ട് അപ്പുറത്തൊക്കെ നല്ല കടവണ്ണുകൾ കാണിക്കാം. നമ്മളത്തെ ഈ കാണുന്ന തന്നെ സ്റ്റോക്ക് ഉള്ളൂ. അത് എത്ര നിങ്ങൾ തീരുന്ന പ്രശ്നം ഇവിടെ വരുന്നില്ല കണ്ടോ. നല്ല അത്യാവശ്യം നല്ല കടവണ്ണ് കണ്ടോ. ഒരു തൈ തന്നെ ഉണ്ടോ. ഇത്ര ഏരിയ ഉണ്ട് നോക്കി ഉണ്ടോ കണ്ടോ. മോശപ്പെട്ട തൈ ഒന്നുമില്ല. 800 രൂപ കേട്ടോ. 800 രൂപയ്ക്ക് നല്ല അടിപൊളി തൈ കേട്ടോ. അത്യാവശ്യം നല്ല കടവണ്ണുള്ള തൈകൾ തന്നെയാണ്. നമുക്ക് കാലാപ്പാടി ഇതിന്റെ വലുത് വരുന്നുണ്ടോ? ഇതിന്റെ വലുതുണ്ട്. 1000 1500 ഒക്കെ ഉണ്ട്. ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട്. നമുക്ക് കാണിക്കാം. പൂള് തന്നെ ഉണ്ട്. ഇതിന് ചെറുതോ? ചെറുതുണ്ട്. 200 രൂപ മുതലുണ്ട്. ഉലാസാന്റെ ഒക്കെ വലിയ തൈകളാട്ടത്. ചെറിയ തൈകളല്ല. ചെറിയ തൈ തുടങ്ങുന്നത് 350 രൂപ മുതലാണ്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ കായ്ക്കാറായ തൈകളാണ്. ഇതൊക്കെ ശരിക്കും ഒരു 3 വർഷത്തിലേറെ പഴക്കമുള്ള തൈകളാട്ടോ. ഇങ്ങനത്തെ അവിടെ വേറെ ഒക്കെ ഉണ്ട് കേട്ടോ. തൈകൾ തീരൊന്നുമില്ല. ഇതവിടെ ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്കൊരു 3000 രൂപ റേഞ്ചിൽ വരുന്നു കേട്ടോ. പക്ഷെ അത്യാവശ്യം നല്ല ബുഷാണ്, മൂപ്പുള്ളതാണ്, നല്ല തൈകളാണ്. ചെറിയ തൈ 350 രൂപ തൈകളുണ്ട്. ഒരു 3 അടി 4 അടി തൈ തന്നെ 1200 ഒക്കെ ഉള്ള തൈകൾ അവിടെ ഉണ്ട് കേട്ടോ. ഈ പ്രായത്തിൽ ഫ്ലവറും ഏകദേശം ആയി, കായ്ക്കാറായി. നല്ല തൈകൾ, നല്ല തൈകൾ, നല്ല അടിപൊളി. ഇത് വേറെ ഇല്ല ഉണ്ട്. ബനാനയുടെ ഒക്കെ ഉണ്ടോ, വലിയ തൈകളാണ്. ബനാന മാങ്ങ വലുത്. കടവണ്ണം കണ്ടോ, സൂപ്പർ മരം കേട്ടോ. ഇതിലും വലുതൊക്കെ ഉണ്ട് കേട്ടോ. ബനാന വേറെ ഒന്നുള്ള വലിയ മരങ്ങളുണ്ട്. ഈ ബനാന മാങ്ങ എത്ര രൂപ കൊടുക്കും നമുക്ക്? ഇത് ഒരു 2500 ആ റേഞ്ചിൽ വരും. ബനാന മാങ്ങ 250 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 250 തൊട്ട് സ്റ്റാർട്ട് ഉണ്ട്. ഇതിപ്പോ എന്തായാലും ഈ പ്രാവശ്യം തന്നെ ഫ്ലവറും ഫ്ലവർ ആവും. അത് കാഴ്ചയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ റംബുട്ടാൻ കേട്ടോ, വലിയ മരങ്ങൾ കണ്ടോ. എത്ര ഉണ്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. റംബുട്ടാന് നല്ല വലുപ്പമുള്ള മരം. ഇത് ഏകദേശം ഇത്ര ഉണ്ട്. 10 അടി 12 അടി ഒക്കെ അല്ലേ ഉണ്ടാവും. അതിന്റെ മേലെ ഉണ്ടാവും. ഒരു സംശയമില്ല. നല്ല 2500 കൊടുക്കണം. അത്യാവശ്യം നല്ല പ്രായമുണ്ട്. കാഴ്ചതാണ്. 2500. 2500 അടിപൊളി മരം കേട്ടത്. അത് നോക്കി കടവണ്ണുണ്ട്. അതിന്റെ ഹൈറ്റ് നോക്കി ഒരു 15 അടിന്റെ മേലെ 15 അടി ഉണ്ടാവും തോന്നുന്നു അല്ലേ. 14 അടി ഒക്കെ ഉണ്ടാവും. നല്ല ഇത് ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നോ? ഫ്ലവർ കാഴ്ചതാണ്. ഏതാ ഐറ്റം എന്നറിയോ? റോങ് ഗ്രീൻ ആണ്. നമുക്ക് ഇതേ സൈസിലെല്ലാം ഉണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഇല്ലേ? അതൊരു വലിയ സൈസ് നോക്കിയാണ്. നല്ല കടവണ്ണു. ഇതിൽ തന്നെ ചെറിയ ചക്ക പിടിച്ചു നോക്കണ്ടേ. ഇതാ കണ്ടോ. കണ്ടോ. ഇത് മെയിലാണ്, എന്നാലും റിസൾട്ട് ആയെന്നുള്ളതിനാണ് ഇത് കാണിക്കുന്നത്. ഈ സാധനം ഉണ്ടോ, ഇത്രയും വലിയ തൈകൾ നമുക്ക് ഒരു 800 രൂപ കൊടുക്കാം. ഇത്രയും വലിയ തൈകൾ J30 ആണ്. ചെറിയ തൈന് വില 150 രൂപയാണ്. പിന്നെ ഡാങ്സൂരി ഒന്നും കാഴ്ചത് എവിടെയും കാണാറില്ല. ഇതുണ്ടോ ഡാങ്സൂരിയാണ്. ചക്ക ഉണ്ടോ. വിയറ്റ്നാമിലാണ് ഇങ്ങനെ കാഴ്ച കാണാറില്ല അല്ലേ. ഇത് നമുക്ക് നോക്കിയിട്ട് ഒരു വില ഇപ്പം നിശ്ചയിച്ചിട്ടില്ല. നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഡാങ്സൂരി ഒക്കെ കാഴ്ചത് കിട്ടുക വളരെ കുറവാണ്. ഇതിലൊക്കെ നാംഡോക്കുമായി ഉണ്ട് ഈ പൂട്ടത്. നമുക്ക് വേറെ കാണിക്കാണ്ട്, അവിടെ വേറെ ഉണ്ട്. അതേമാതിരി പിന്നെ കാട്ടിമോണ്ട് വലിയത്, കുളമ്പ് വലിയ വലിയ മരങ്ങള് 10 അടി 12 അടി 14 അടിക്കുള്ള മരങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഈ ചക്ക വന്നത് വിയറ്റ്നാമിൽ. ഇതൊക്കെ 800 രൂപന്റെ തൈ കേട്ടോ. 800 രൂപ നോക്കി. ചക്ക നോക്കി, വലിയ തൈകളാണ്. ചക്കയോട് കൂടി 800 രൂപ. വലിയ തൈകള്, ചെറുതല്ല കണ്ടോ. അതിന്റെ ഹൈറ്റ് എത്ര ഉണ്ട്? അതിന്റെ കാട്ടി ഹൈറ്റ് ഉണ്ട്. 800 രൂപക്ക് നല്ല വലുപ്പമുള്ള തൈ. ഇതില് ചക്ക ഉള്ളത് തന്നെ 350 രൂപന്റെ ചക്ക ഉണ്ട് ഇവിടെ കേട്ടോ. ചക്ക ഉള്ളത് 350 രൂപക്ക്. അതൊക്കെ തീർന്നവരെ ഉണ്ടാവുള്ളൂ കേട്ടോ. 350 രൂപ. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഉള്ളത് നമ്മൾ കാണിക്കാം. അതൊരു 10-30 എണ്ണം ഒക്കെ ഉണ്ട്. അത് തീർന്നു. പിന്നെ കിട്ടിയാല് പിന്നെ പറയാൻ പറ്റും. ചക്ക ഉള്ളത് അല്ലേ. ചക്ക ഇല്ലാത്ത സൈസിൽ പാടില്ല. ആ സൈസ് എത്ര വേണേലുണ്ട്. ഇതുണ്ടോ മാംഗോസിന് വലിയ ജംബോ എന്നൊക്കെ പറയില്ലേ. ജംബോ ടൈപ്പ്
അടിപൊളി വരാട്ടോ. ഇതൊക്കെ ഏകദേശം ഒരു 7 വർഷം, അടുത്ത വർഷം ചിലപ്പോൾ കായ്ച്ചു നല്ല, പിറ്റേ വർഷം എന്തായാലും കായ്ക്കും. അത്രയും മൂപ്പുള്ള വലിയ തൈകളാണ്, നല്ല ബുഷ് തൈകളാണ്. അടിപൊളി അടിപൊളി ബുഷ് തൈകളാണ്. എന്ത് വില കൊടുത്തത്? ഇതൊരു 5,500, 6,000 കൊടുത്തിന്, 5,500 കൊടുക്കാം. ഇതില് ഒരു 10-20 പീസ് ഇപ്പൊ എന്റെ അടുത്ത് ഉണ്ട് കേട്ടോ, സ്റ്റോക്ക് ഉണ്ടല്ലേ. പിന്നെ 150 രൂപ മുതല് ഇതിന്റെ തൈകള് സ്റ്റോക്ക് ഉണ്ട്. 150 രൂപനെ കൊണ്ടൊക്കെ എങ്ങനെ 8 വർഷമൊക്കെ ടൈം എടുക്കും. ഇതൊക്കെ ഞാൻ 350 രൂപന്റെ ചക്കൾ എന്ന് പറഞ്ഞ ഇതിലാണ് അവിടെ ഉണ്ട് കേട്ടോ. ചക്കള് കാണിക്കാം. ഇത് E35 റംബുട്ടാനാണ് കണ്ടോ, അത്യാവശ്യം നല്ല കടവണ്ണുള്ള നല്ല വലിയ തൈകളാണ്. സൂപ്പർ മരം. എന്ത് വില കൊടുത്തത്? ഇത് 1,200 കൊടുത്തിന്. ഇതിപ്പോ ഓഫർ 1,100 കൊടുക്കാം. 1,100 കൊടുക്കാം. പിന്നെ നമ്മള് മറ്റുള്ള കൂടുതലൊക്കെ എടുക്കുന്ന സാധനങ്ങളാണെങ്കിൽ എന്ത് അടിച്ച് ഒന്നും കൂടി ചെയ്ത് കൊടുക്കാം. ഇതിന്റെ തൈകള് ഒരു 10-30 എണ്ണൊക്കെ ഇപ്പൊ എന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഈ സൈസിലാ? ഈ സൈസ്, ഇതേ ഷേപ്പ്, അതേമാതിരി ബുഷുള്ള ചെറിയ തൈകള് 250. ചോദിച്ചു കൊടുക്കാല്ലേ ചെറിയ തൈകള്? ചെറുത് 250 സ്റ്റാർട്ടിങ്. പിന്നെ ഇതാ ഗുണം വലിയ ഇതേതാരോ, ഇത് സീസർ കേട്ടോ, വലിയ തൈകള്, സീസറിന്റെ വലിയ തൈകൾ. ഇത് 2,000 രൂപന്റെ സീസർ ആയതുകൊണ്ടാട്ടോ വില കൂടുതൽ. അതിന് ചെറിയ തൈകളുണ്ട് 450 രൂപ മുതൽ ചെറിയ തൈകളുണ്ട്. ഇതൊക്കെ സീസറിന്റെ തൈകളാണ്. ഈ സീസറൊക്കെ നല്ല വെറൈറ്റി അല്ലേ? ഇതൊക്കെ 1,500 തൈകളാണ്. നല്ല പഴം എനിക്ക് വായിക്കുണ്ടല്ലോ. അല്ല എല്ലാരും തന്നെ കൂടി അല്ലല്ല, മോർഗാർഡിങ് ആണ് ഏറ്റവും നമ്മളിപ്പോ നല്ലൊരു വെറൈറ്റി ആയിട്ട് കണ്ടത്. മോർഗാർഡിങ് യെല്ലോയിലാ വരുന്നത്, പക്ഷെ നല്ല ഫുഡ് ഹോംഗ്രോൺ ഇറക്കിയ സാധനമാണ്. അതിന്റെ തൈകൾ ഇപ്പോൾ ഹോംഗ്രോണിനെ ഇറക്കണില്ല, സത്യത്തില് തൈകൾ ഇറങ്ങണില്ല. അതിന്റെ നല്ല തൈകൾ നമ്മള് സുഹൃത്ത് നമുക്ക് ചെയ്ത് തരുന്നത് മോർഗാർഡിങ്. കണ്ടോ, ഇതാട്ടോ വലിയ തൈകളാണ്. മോർഗാർഡിന്റെ തൈകൾ ഹോംഗ്രോൺ പറക്കണില്ല, നല്ല ഫ്രൂട്ടാണ്, യെല്ലോയിലാണ്. 2ാമത്തെ വർഷം ഇതൊക്കെ ചിലപ്പോൾ അടുത്ത വർഷം തന്നെ കായ്ക്കും, അത്ര റിസൾട്ട് ഉള്ള. മോർഗാർഡിനെ പറ്റി ആർക്കും അഭിപ്രായക്കാരില്ലാത്തൊരു വെറൈറ്റിയാണ്. ഇത് കുറച്ച് വില ഉണ്ട്, 600 രൂപ വില വരുന്നുണ്ട്. കാരണം ഇത്രയും ഹൈറ്റ് ഉണ്ട് കേട്ടോ, എന്നെക്കാട്ടി ഹൈറ്റ് ഉണ്ട്. ഇതിന്റെ ചെറിയ തൈകള് 600 രൂപയാണ് വരുന്നത്. ഇതൊക്കെ നാംഡോക്കുമായിന്റെ വലിയ തൈകള് കണ്ടോ, അപ്പൊ തന്നെ കായ വന്നിട്ടുണ്ടോ. മരം എന്താ കായ ഉണ്ടോ, അതിന് ഫ്ലവർ ഉണ്ടോ, മേൽക്ക് വലിയ തൈകൾ. അതൊക്കെ തന്നെ ഉണ്ട്, വലിയ വലിയ നാംഡോക്കുമായികളാണ്. കടവണ്ണൊക്കെ ഭയങ്കര അല്ലേ, ഇതാ അതൊക്കെ കണ്ടോ, ഒക്കെ നാംഡോക്കുമായ. അല്ല കടവണ്ണ ഇങ്ങനെ പറയാന്നുണ്ടെങ്കിൽ പിടിച്ചു കാണിച്ചു കൊടുക്കണ്ടല്ലേ, 2 കൈ എത്തൂല. ഇത്രയും സൂപ്പർ മരങ്ങള് പറിക്കാനില്ലേ. എന്ത് വില കൊടുക്കാത്? ഇത് പലതും ഉണ്ട്, പല സൈസിലാണ്. 8, 10, 15 വരെയുള്ള തൈകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അത് വില അത് കരുതിയിട്ട് മൂത്ത തൈ 350 രൂപക്കും നാംഡോക്കുമായി പൂളുണ്ട് ഇവിടെ. ഇത് നമ്മളൊരു ഓൾ സീസൺ ആയിട്ട് വരുന്ന മാവാണ്. ഇതൊരു സീസൺ ഇല്ലാതെ കായ്ക്കണം കേട്ടോ, അത് എപ്പോഴും കായ്ക്കും. ഇതിന്റെ പേരൊന്നും നമുക്കറിയില്ല, എന്തായാലും കുഴപ്പമില്ലാത്തൊരു മാവാണ്. ഇടക്കിടക്ക് കായ്ക്കൊണ്ട് പൂടുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റും ഉണ്ട്. ഇതിപ്പോ നമ്മള് പീസേ ഉള്ളൂ, ഇതൊറ്റ പീസുള്ളൂ. ഇത് ചെയ്തിട്ടില്ല. ഓരോ ആൾക്കാർ ഇതിന്റെ തൈ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. എന്തായാലും അടുത്ത ഈ സീസൺ കഴിഞ്ഞിട്ടും ചെയ്യണം. നല്ല പ്രായമുള്ള മരമാണ്. അതാണ്ട് നിങ്ങളെ ബാക്കിലാണ് കമണ്ടലു എന്ന് പറയണേ, പണ്ട് മുനിമാരൊക്കെ പാത്രത്തിന് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞേ ഉണ്ടല്ലേ. ഇത് എന്തിനാ മെയിൻ ആയിട്ട് ഉപയോഗിക്കുക? ഒന്നിനും പറ്റില്ല, വേസ്റ്റ് ആണ് സംഭവത്തില്. ഇത് പണ്ട് നമ്മളൊരു ചരിത്ര സംഭവമല്ല, അത് കാണിക്കാന്നുള്ളതിൽ ആളുകൾക്ക് വരുന്നവർക്ക് കാണാനെന്നുള്ളത്. അതാണ്ട് ഫ്ലവറിങ്. ഇതാണ്ട് കൊടംപുളിന്റെ വലിയ പ്ലാന്റ് ആണെങ്കിൽ കൊടംപുളി ഉണ്ടോ, ഇത് കാഴ്ചതാട്ടോ. അതിപ്പോ ഇപ്പൊ പോവേ, ഇപ്പൊ വരാൻ തുടങ്ങും പോവുക. നല്ല ബുഷ് മരം അല്ലേ, നല്ല ബുഷ്, അടിപൊളി മരം. ഒരു വലിയ നമ്മള് പിന്നെ ഇതൊക്കെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യണവർക്ക് ഇത് ചെയ്യണമെങ്കിൽ ഉണ്ടോ, അത്യാവശ്യം നല്ല ബുഷ് തൈകൾ. എന്ത് വില കൊടുക്കുന്നത്? ഇതൊന്ന് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് ചെറിയ തൈകള് പിന്നെ 300 രൂപക്കാണ് കൊടുക്കുന്നത്, കായുള്ളത്. ഇത് നമ്മളെ കുപ്പാസു എന്ന് പറഞ്ഞ സാധനം. കുപ്പാസു അത് കൊക്കോന്റെ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കണേ. പിന്നെ ഇത് കമണ്ടലു, പിന്നെ ഇത് കോശേരി മാവാണ്. ഇതൊക്കെ വലിയ മരം കേട്ടോ, ഇതൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല, അത്ര വലിയ മരം. കടവണ്ണൊക്കെ ഉണ്ടോ, വലിയ മരം എന്ന് പറഞ്ഞാൽ വലിയ മരമാണ്. അതൊന്നും ഇപ്പൊ എടുത്ത് കൊണ്ടുപോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇത് അരസാബോയാണ്, ഫ്ലവർ ഉള്ള തന്നെയാണ്. ഇതൊക്കെ വലിയ തൈകളാണ്. അരസാബോയിന്റെ ഒക്കെ ഒരു 300 രൂപ കൊടുക്കാം. ഇത് കായുള്ളതാണ്, ഫ്ലവർ ഉള്ളത് പറഞ്ഞിട്ടോ. ചെറിയ തൈകൾ 50 രൂപ ഉള്ളൂ. പിന്നെ ചാമ്പകള്, ഇത് ഏത് വെറൈറ്റി ചാമ്പലാണ്? ഇതൊക്കെ പലതും ഉണ്ട്. ഇതില് ബാലി ഉണ്ടാവും, ഇത് ബാലിയാണ്. ഇത് ബാലിയല്ലേ? ഉമ്മറ് റെഡ് നെല്ലികളൊക്കെ ഉണ്ടാവും, വലിയ തൈകളുണ്ട് കേട്ടോ, ചെറുതല്ല, നല്ല തൈകളുണ്ട് വലിയ. ഈ റെഡ് നെല്ലി പെട്ടെന്ന് കായ്ക്കോ? റെഡ് നെല്ലി പറമ്പിൽ നടണം, അല്ലെങ്കിൽ ഡ്രൈ ആക്കി ഇടണം, എന്നാലേ പെട്ടെന്ന് കായ്ക്കുള്ളൂ. ഇത് സാധാ വലിയ നെല്ലില്ലേ, ഗ്രീൻ തന്നെ, ഇതാണ് റെഡ് നെല്ലി കേട്ടോ. ഇത് ഇതിൽ കായ്ച്ചതാ, ഇത് കവലൊന്ന് കായ്ച്ച മതി. ഇപ്പൊ സീസണിൽ കായ്ക്കുന്നത്. എന്ത് വില കൊടുക്കുക നെല്ലിയൊക്കെ?
നെല്ല് 250 രൂപ 200 രൂപ ഉണ്ട്. പക്ഷെ ഈ വലുതൊക്കെ ഉണ്ടോ, ഇത് കാഴ്ച മരം വലുതാണ്. അതൊന്ന് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അല്ലേ? ഇത് ജപ്പാൻ പേരയാണ്, 150 രൂപ ഉണ്ട് കേട്ടോ. ഇത് വരികേരയുടെ 200 രൂപ. ഇതുകൊണ്ട് കായൊക്കെ ഉണ്ട് കേട്ടോ, ഇതുണ്ടോ. ഇത് പിന്നെ ബീട്രൂട്ട് ഗുവാറുണ്ട്, ഇതൊക്കെ 150 രൂപന്റെ തൈയാണ്. ഇത് മറ്റേ ചൈനീസ് ഗുവ പർപ്പിള്. പിന്നെ VNR നല്ല തൈകള് VNR പേര 200-ന്റെ. പിന്നെ ഇതുണ്ട് ജപ്പാൻ ഗുവ നല്ല തൈകൾ 250-ന്റെ വലിയ തൈകൾ കേട്ടോ. ഇതിൽ തന്നെ കായും പൂവൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ ഉണ്ട്, ഞാൻ കാണിക്കാം. അവിടെ വേറെ ഉണ്ട് തൈകളുണ്ട്, പൂവിൽ തന്നെ കാണിക്കാം. പേര എത്ര റേറ്റ് കൊടുത്തിട്ടുണ്ട്? റേറ്റ് ഒരു 10-30 റേറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ വാലിച്ചാമ്പ, ഉമ്മർ ചാമ്പ, സാധാ ചാമ്പന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. ബാലി, ദൽഹാരി ഒക്കെ ഉണ്ട്. ദൽഹാരിയൊക്കെ നല്ല വലിയ ഉണ്ടോ, ചെറിയ തൈകളൊന്നുമല്ല. ഉണ്ടോ എല്ലാവരും ഉണ്ടോ, ഇത്രയും വലിയ തൈകളാ കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തൈകള്. ഇതൊക്കെ 200 രൂപന്റെ തൈകൾ കേട്ടോ. ദൽഹാരി ഇതൊക്കെ ഒരു സമയത്ത് 500 ഇനി വലിപ്പുള്ള തൈകൾ ഞാൻ തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഉമ്മരുടെ അടുത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടംപോലെ തൈകളുണ്ട്. എന്തുവില കൊടുക്കുക? 200 രൂപക്ക് 200 രൂപ. ഉമ്മർ ചാമ്പ. ഇതിപ്പോ നമ്മള് പുതിയതായിട്ട് എടുത്തൊരു സ്ഥലമാണ്, അതിൽ പ്ലാന്റ് ചെയ്താണ്. പക്ഷെ ആ പ്ലാന്റിന്റെ അടി കൂടെ ഒക്കെ ചെടികൾ, കവറിലുള്ള ചെടികൾ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് ഏതാണ് പ്ലാന്റ് ചെയ്ത് ഏതാ പ്ലാന്റ് ചെയ്യാതെന്ന് നമുക്ക് മനസ്സിലാവില്ല. എന്തായാലും ഇതാ ബാക്കിൽ ഇത് ആർട്ടിവിറ്റി ആണ്, മാംഗോ. ഇതൊക്കെ നിലത്ത് മണ്ണിൽ വെച്ചാണ്. ബാക്കിലുള്ള വൈറ്റിലോ അങ്ങനെ ഇതില്ലേ നമ്മളെ ബ്ലാക്ക് ലീഫ് ന്യൂ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ ലോങ്ങനാണ്. ഇതൊക്കെ അവിടെ പൂട്ടിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊരു സ്പെഷ്യലാണ് കണ്ടോ. ഇതിന് സൈസ് നോക്കിക്കോളൂ. കണ്ടോ, ഇതാണ് ഗോൾഡൻ നൈറ്റ് എന്ന് പറഞ്ഞ ഗുവ പേരക്ക. എത്ര കിലോ ഉണ്ടാവും ഇത് ഏകദേശം 1 കിലോ എന്തായാലും ഇപ്പൊ ആയിട്ടുണ്ടാവും. ഇത് കണ്ടാതുണ്ട്, നിങ്ങള് ഫോട്ടോത്തിലെ കാണുമ്പോ എങ്ങനെയാ തോന്നുന്നത് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ കാണുമ്പോ എങ്ങനെ തോന്നുന്നില്ല ഉണ്ട് എന്നുള്ളത്. നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഇതാണ് ഗോൾഡൻ നൈറ്റ്. അതായത് നമ്മൾ ഗോൾഡൻ നൈറ്റ് കുറെ ആളോട് പറയലുണ്ട് വെച്ച് പിടിപ്പിക്കാന്. ഗോൾഡൻ നൈറ്റ് ആയാലും വൈറ്റ് ഡയമണ്ട് ആണെങ്കിലും എല്ലാം ഈ സൈസിൽ വരുന്ന കായ്ക്കുന്നുണ്ട്. നല്ല റിസൾട്ടും ഉണ്ട്. ഗോൾഡിന് ഇതാണ്ടോ, അതൊക്കെ അത്യാവശ്യം ഇതായി വരുന്നേ ഉള്ളൂ. സൈസ് ഉണ്ട് നിങ്ങള്, നല്ല സൈസാണ്. അതിന്റെ ചെറിയതായിട്ട് ഇതിപ്പോ ഞാൻ പ്രൂൺ ചെയ്താണ്, കംപ്ലീറ്റ് കമ്പ് വെട്ടി. കാരണം ഇത് വലിയ മരമായിട്ട് പോയിട്ട് കാര്യമില്ല, നമുക്കിത് ചെറുതിൽ തന്നെ കിട്ടണം എന്നുള്ളതിലാണ്. പേരൊക്കെ ഒന്ന് പ്രൂൺ ചെയ്തിട്ട് പുതിയ ബ്രാഞ്ച് വരൂലേ, അതിലൊക്കെ പൂവോട് കൂടിയിട്ട് വരും. ഇത് കഴിക്കാൻ എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. ക്രിപ്സിയാണ്, അകത്ത് വൈറ്റ് ആണ്, നല്ല ടേസ്റ്റ്. ഒന്നും കൂടെ ആവാണ്ട് ആയിട്ടില്ല, അല്ലെങ്കിൽ എപ്പോ പറിക്കും അത് എത്ര വരും നമ്മൾ നോക്കണ്ടേ, എത്ര വരും അതിന്റെ പഴം എന്നുള്ള സൈസ് അല്ലേ. ഇതിന്റെ ചെറിയ തൈകളും എടുത്ത് ഉണ്ട്. ഇപ്പൊ നല്ല ഡിമാൻഡാ. 200 രൂപ 250 രൂപ റേഞ്ചിലൊക്കെ ഉണ്ട്.